ഇതാണ് നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കേട്ടോ. ഇതിലിപ്പോൾ ക്രിസൻറ്റിൻ്റെ പേരിലാണ്. ക്രിസൻറ്റിൻ്റെ റിയൽ ഡാറ്റ അല്ല, ഇതിപ്പോൾ ഡെമ്മി ഡാറ്റ വെച്ച് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ ആപ്ലിക്കേഷൻ നെയിം ക്രിസൻറ്റ് സ്കാനർ എന്നാണ്. അത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലേക്ക് മാറ്റും. അതുപോലെ ലോഗോയും കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ക്രിസൻറ്റ് സ്കാനർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോഗിൻ സ്ക്രീൻ വരും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പാരൻറ്റ് അവരുടെ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുമല്ലോ. അപ്പം അവരുടെ കയ്യിൽ ഈ പാരൻ്റ് ID കാർഡ് വേണം നിർബന്ധമായിട്ടും. അപ്പം ആ പാരൻ്റ് IDയിലുള്ള QR സ്കാൻ ചെയ്യുകയാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പം എന്നിട്ടാണ് ഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഇവിടെ നമ്മളുടെ സ്റ്റാഫിന് ലോഗിൻ ഉണ്ട് സ്കാൻ ചെയ്യുന്ന. ഞാനിപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് സ്കാനർ എന്നാണ് യൂസർ നെയിം കൊടുത്തിട്ടുള്ളത്. പാസ്വേഡ് 1 to 7 ആണ്. ഇങ്ങനെ വരും. ഇതിൽ സ്റ്റാർട്ട് സ്കാനിങ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ആയിരിക്കും നിങ്ങൾ കാർഡ് പ്രിൻ്റ് ചെയ്താൽ വരിക. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഒരു QR ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് ക്യാമറ ജസ്റ്റ് കാണിച്ചുള്ളൂ. അപ്പോൾ QR ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇതിൽ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ ഒന്നുകൂടി കാണിക്കാം. അതിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നമ്മളുടെ നേരത്തെ തന്ന അഡ്മിൻ പാനൽ വഴി ഞാൻ നേരത്തെ റിഷാദ് പറഞ്ഞ സ്റ്റാഫിന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റാഫിൻ്റെ പാരൻറ്റിൻ്റെ അവരുടെ ID കാർഡ് ജസ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ടൊന്നുമില്ല, സിസ്റ്റത്തിൽ കാണിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അവിടുന്ന് സ്കാൻ ചെയ്തതാണ്. എന്നിട്ട് ഈ സെൻഡ് OTP വഴി വാട്സപ്പ് ക്ലിക്ക് ചെയ്ത വാട്സപ്പ് അവരുടെ ഈ പാരൻറ്റിൻ്റെ നമ്മളുടെ സോഫ്റ്റ്വെയറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് OTP പോകും. അപ്പോൾ പാരൻ്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ OTP നമ്പർ അവർ പറഞ്ഞു തരണം നമുക്ക് കേട്ടോ. അല്ലാത്തൊരു കേസിൽ ഇപ്പം ഇതിലിപ്പോൾ ഡിഫോൾട്ട് OTP പറഞ്ഞാൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ OTP പോകാതെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിഫോൾട്ട് OTP ക്രിസൻറ്റിൻ്റെ അവർ പറഞ്ഞതുകൊണ്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് 78313 എന്ന് പറയുന്ന. ഞാനിപ്പോൾ വേറെ ഇട്ടുന്നുള്ളൂ കേട്ടോ. അവർക്ക് വേറൊരു ഇതാണുള്ളത്. അപ്പം വെരിഫൈ OTP കൊടുക്കാം. ഇനി ഇതിൽ പാരൻ്റ് ഇൻഫർമേഷനായിട്ട് പാരൻ്റ് ID, പാരൻ്റ് നെയിം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അവരുടെ എത്ര സ്റ്റുഡൻറ്റ് ഇവിടെ പഠിക്കുന്നത് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അതിൽ ഏത് സ്റ്റുഡൻറ്റിനെ കൊണ്ടുപോകുന്നത്, ചിലപ്പോൾ 2 സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ടാവും, ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ കൊണ്ടുപോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ ചെക്ക് ചെയ്യാം. ടിക്കറ്റ് ഇട്ടിട്ട് 2 ഉണ്ടെങ്കിൽ 2 ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ഗേറ്റ് പാസ് കൊടുക്കാം. പ്രിൻറ്റ് ഗേറ്റ് പാസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ കുറച്ച് ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പ്രിൻ്ററായിട്ട് ഇതിൽ കണക്റ്റഡ് അല്ല. പ്രിൻ്റർ കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ പ്രിൻ്ററിന് വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രിൻ്റർ ഉണ്ടോ എന്നുള്ള സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രിൻ്റർ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഏത് പ്രിൻ്ററാണ് ബ്ലൂടൂത്ത് വഴി നമുക്ക് തെർമൽ പ്രിൻ്റർ കണക്ട് ചെയ്യാൻ പറ്റും. തെർമൽ പ്രിൻ്റല്ല, ഏത് പ്രിൻ്ററും നമുക്കിതിൽ കണക്ട് ചെയ്യാം. അപ്പം ഇതിൽ കണക്ട് വൺസ് ഇത് ഫസ്റ്റ് ടൈമേ കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ബൈ ഡിഫോൾട്ട് ഇത് എടുക്കുമ്പോൾ തന്നെ പ്രിൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് പ്രിൻ്റ് വെക്കോളും. ഓക്കെ. അപ്പം ഇതിൽ ഞാനിപ്പോൾ പ്രിൻ്ററായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ട് ടെസ്റ്റ് പ്രിൻ്റ് എന്നുള്ളൊരു സ്ക്രീൻ വ്യൂ ഉണ്ട്. നമുക്ക് ടെസ്റ്റിന് വേണ്ടി ആക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഗേറ്റ് പാസ് ആയിരിക്കും ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ആയിരിക്കും അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ആ ഒരു തെർമൽ പ്രിൻ്ററിൻ്റെ ആ ഒരു പേപ്പറിലേക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതുമായിട്ടാണ് സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പാരൻറ്റ് പോകുന്നത്. അപ്പം ഇതിലൊരു ഗേറ്റ് പാസ് 7 എന്നുണ്ടല്ലേ, അത് ഈ ഗേറ്റ് പാസിൻ്റെ നമ്പറാണ്. ഈ നമ്പറാണ് പുള്ളിയുടെ ഒന്നുകിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നത്. ഈ നമ്പറായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ താഴെ ഒരു QR കോഡും കൂടെ ഈ റെസിപ്റ്റിലുണ്ടാവും. QR കോഡ് വേണം. QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പോൾ ഇത് പ്രൊഡക്ഷനിലേക്ക് അല്ലാതെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതുകൊണ്ട് QR കോഡ് ഇതിൽ ഇല്ല കേട്ടോ. ഇതിലിപ്പോൾ ഗേറ്റ് പാസ് മാത്രമേ ഗേറ്റ് പാസ് നമ്പറുള്ളൂ. ഗേറ്റ് പാസ് ഓക്കെ. ഇനി ഞാൻ സെക്യൂരിറ്റി സ്റ്റാഫ് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത ഗേറ്റ് പാസിൽ 7 ആയിരുന്നല്ലോ നമ്പർ, അത് ഓർത്ത് വെക്കണം. അപ്പോൾ എന്നിട്ട് ഞാൻ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ലോഗിനിൽ കയറുകയാണ്. സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. സെക്യൂരിറ്റി എന്നാണ് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള 1 to 7 തന്നെയാണ്. സൈനിങ് കൊടുക്കുക.
അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ നമ്പറാണല്ലോ. അപ്പോൾ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്കാനർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ 7 കൊടുത്താൽ മതി. ഇപ്പോൾ 7 ആണല്ലോ എന്നിട്ട് ഇങ്ങനെ വരും. ഗേറ്റ് പാസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇത് വെരിഫൈ ചെയ്യാം പുള്ളിക്ക് കേട്ടോ. സെയിം ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് മാത്രമേ അതിൽ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് മാത്രം വന്ന്. എന്നിട്ട് ഒന്നുകിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വെരിഫൈ എടുത്തു ഞാൻ. ഓക്കെ, അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഓക്കെ പെർമിഷൻ കൊടുത്ത് കൊണ്ടുപോകാനുള്ള കേട്ടോ. അപ്പോൾ ഇത്രയും ആണ് ഇതിൽ വരുന്നത്. ഇനി വേറൊരു സ്കാൻ കൂടെ ചെയ്യേണ്ടത്, സ്കാൻ ചെക്ക് അനദർ കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. അവിടെ ഗേറ്റ് പാസ് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊഡക്ഷനിൽ ഉണ്ടാവും കേട്ടോ.